everyone, it's me Savita Charles from Poothurans. നമ്മൾ ഇന്ന് കാണുന്നത് അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. 42 രൂപ പെർ മീറ്ററിൽ 42 ഇഞ്ച് വിട്ടിലാണ് ഫാബ്രിക് വരുന്നത്. നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന അമേരിക്കൻ ക്രേപ്പ് ആണ് ഫാബ്രിക്. നല്ല ഭംഗിയുള്ള രണ്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിന്റെ ഒരു ഡിസൈൻസ് ആണ് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഡാർക്കർ ടോണിലാണ് എല്ലാം പോകുന്നത്. അപ്പൊ നമുക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്, വളരെ ബോഡി ഹഗ്ഗിങ് ആയി കിടക്കുന്ന പോലത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ്. നല്ല ഭംഗിയുള്ള, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് ഇതിനകത്ത് പോകുന്നത് കേട്ടോ. എല്ലാ ഫാബ്രിക്കിനും രണ്ട് ഭാഗം ഉണ്ടല്ലോ, അതിന്റെ നല്ല ഭാഗം ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഡാർക്ക് നേവി ബ്ലൂ ആണ്. അതിനകത്തേക്ക് പിങ്കും പീച്ചും ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറിലും ഒക്കെയുള്ള പ്രിന്റാ പോകുന്നത്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. 42 രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ബ്ലാക്ക് ഷെയ്ഡിനകത്തേക്കാണ് വരുന്നത്. ബ്ലാക്കിനകത്ത് തന്നെ ഈ സെയിം ഫ്ലോറൽ പാറ്റേണിലുള്ള പ്രിന്റുകളാണ് കേട്ടോ. നല്ല ഡാർക്ക്, അതായത് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയാം, ആ ഒരു കളറിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലേക്ക്. അതിനകത്ത് ചെറിയ ചെറിയ ഫ്ലോറൽ പാറ്റേണിലുള്ള ഡിസൈൻ തന്നെ, നമ്മൾ ഇത്ര നേരം കണ്ട സെയിം ഡിസൈൻ തന്നെയാണ്. അതായത് പിസ്ത ഗ്രീനിലേക്ക് ആ ഒരു കളർ, പിങ്ക് കളറിലുള്ള പ്രിന്റ് ഒക്കെ ചെന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് അതിന്റെ ഡിസൈൻസ് ഒക്കെ കാണാനായിട്ട്. നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു ഓഫ് വൈറ്റും ബ്ലാക്കും കളറിലുള്ള പ്രിന്റ് ആണ്. ഇത് വരുന്നത് ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിലേക്കാണ്. ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ഫാബ്രിക് ആണ്. ഞാനിത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയായി പറയുന്നത്. ലൈനിങ്ങിന്റെ ആവശ്യമില്ല, വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം. ഇതെങ്ങനെയായിരിക്കും ഈ ഒരു കളർ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ്. അപ്പൊ നമുക്കൊരു റാണി പിങ്ക് ഷെയ്ഡിലേക്കാണ് ഇത് പോകുന്നത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേണിലുള്ള ഡിസൈൻസ് ആണ് ഇതിനകത്തൊക്കെ. നെക്സ്റ്റ് വൺ ഗ്രീൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം കണ്ട പിസ്ത ഗ്രീൻ അല്ല, വേറൊരു ഗ്രീൻ കളറിലേക്കാണ് ഇത് പോകുന്നത്. ഇങ്ങനെയായിരിക്കും ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കളർ വരുന്നത്. അപ്പൊ നമുക്ക് നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഈ റെയിനി സീസണിൽ പെട്ടെന്ന് ഉണങ്ങി എടുക്കാവുന്ന ഒരു ഫാബ്രിക് ആണ്. കാരണം പെട്ടെന്ന് വെള്ളം അങ്ങ് ഒഴുകി പോകുന്ന പോലത്തെ ഉള്ള ഒരു ഫാബ്രിക് തന്നെയാണ് ഇത്. കോട്ടൺ ആകുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കുമല്ലോ ഉണങ്ങി കിട്ടാനൊക്കെ ആയിട്ട് ഈ റെയിനി സീസണിൽ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്. ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് പീച്ച് ആണ്. ഡാർക്ക് പീച്ച് ഷെയ്ഡിലേക്ക് അത് പോയിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് ബ്രൈറ്റ്നെസ് തോന്നിക്കുന്ന പോലത്തെ ഒരു കളറാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. 42 രൂപ പെർ മീറ്ററിൽ 42 ഇഞ്ച് വിട്ടിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അമേരിക്കൻ ക്രേപ്പ് എന്നാണ് ഫാബ്രിക്കിന്റെ പേര്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്യണേ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.